റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഉണ്ണി ശിവപാലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ താരസംഘടന അമ്മ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ ഭരണസമിതി യോഗം ചേർന്നു. 8 പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഔദ്യോഗികമായി രാജി സമർപ്പിച്ചവർ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ തെറ്റുണ്ട് എന്നാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ. ഉണ്ണി ശിവപാൽ മനഃപൂർവ്വം കണക്കുകളിൽ അവ്യക്തത വരുത്തിയെന്നാണ് ഭാരവാഹികളുടെ ആരോപണം. നിതിൻ സേവ്യർ വിവരങ്ങളുമായി. നിതിൻ, ഇപ്പോൾ എന്താണ് നിയമ നടപടിയിലേക്ക് കടക്കാൻ പോകുന്നതെന്ന് അറിയുന്നു. എന്താണ് ഇപ്പോൾ ഉണ്ണി ശിവപാലിനെതിരായുള്ള ആരോപണം? സ്മൃതി, താരസംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിടുന്നു, ഓഫീസിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല തുടങ്ങിയ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതിന് പിന്നാലെയാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. 17 അംഗ ഭരണസമിതിയിൽ നിന്നും 5 പേർ നേരത്തെ രാജിവെച്ചിരുന്നു. ബാക്കിയുള്ള 12 പേരിൽ 8 പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. 4 പേർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഉണ്ണി ശിവപാൽ അടക്കം 4 പേരാണ് ഈ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. ഈ യോഗത്തിലാണ് ഉണ്ണി ശിവപാലിനെതിരായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താരസംഘടനയായ അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ജനറൽ ബോഡിയിൽ നേരത്തെ ഈ ഭരണസമിതിക്കെതിരെ വന്ന ഏറ്റവും പ്രധാന വിമർശനം കണക്കുകൾ സംബന്ധിച്ചായിരുന്നു. ഈ കണക്കുകൾ അത് കൃത്യമായി വാർഷിക കണക്ക് പാസാക്കാനും സാധിച്ചിരുന്നില്ല. തുടർന്നാണ് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രാജി പ്രഖ്യാപിച്ച് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നത്. ഈ ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ തെറ്റുണ്ട് എന്ന് ഭരണസമിതി സ്വയം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഉണ്ണി ശിവപാൽ മാധ്യമങ്ങളിൽ പറഞ്ഞത് ആരാണ് കണക്ക് തയ്യാറാക്കിയത് തനിക്കറിയില്ല എന്നാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായ ചർച്ച അത് ഉണ്ണി ശിവപാൽ തന്നെ തയ്യാറാക്കിയ കണക്കാണ്. ഉണ്ണി ശിവപാൽ കണക്കുകളിൽ മനഃപൂർവ്വം അവ്യക്തതകൾ വരുത്തി എന്നാണ് ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ഒപ്പം തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ രാജി പ്രഖ്യാപിച്ച് പുറത്തുപോയെങ്കിലും കോടതി വിധി അനുകൂലമായതോടെ ശ്വേതാ മേനോൻ അടക്കമുള്ളവർ തിരിച്ചു വന്നിരുന്നു. അപ്പോൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.